ഈ പുഴയും കടന്ന സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സത്യനും രാജേശ്വരിയും കൂടി ജയബാലന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ജയബാലൻ എന്നിട്ട് അവരെ അകത്തേക്ക് സ്വീകരിക്കുന്നൊക്കെയുണ്ട്. സത്യൻ എന്നിട്ട് ജയബാലനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ജയബാലന്റെ വീട്ടിലേക്ക് സത്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് സത്യൻ. ജയബാലൻ അപ്പോൾ പറയാണ്, രാഗിണിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് സത്യ അവള് നാട്ടിൽ വന്നിട്ടുണ്ട്, നമുക്ക് അവളുടെ കല്യാണം ഉറപ്പിക്കണ്ടേ? രാജേശ്വരി അപ്പോൾ പറയാണ്, അത് പറയാൻ കൂടിയാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. നമ്മൾ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് രാഗിണിയുടെയും നിവിൻ്റെയും കല്യാണം നടത്താം. അപ്പോൾ പ്രവീണ പറയാണ്, നമുക്ക് ഉടനെ നിശ്ചയം നടത്താം, എന്നിട്ട് 2 മാസത്തിന് ശേഷം കല്യാണം നടത്താലോ. നടത്താമെന്ന് പറയാണ് സത്യൻ. അപ്പോ ജയബാലനും പറയുന്നുണ്ട്, പ്രവീണ പറയുന്നതാ ശരി, ഇനിയും രാഗിണിയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റൂല, അവൾക്ക് ഇപ്പോൾ കല്യാണപ്രായമായില്ലേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം നിവിൻ നോക്കുമല്ലോ. അപ്പോൾ സത്യം പറയാണ്, ജയബാലൻ പറയുന്ന പോലെ ചെയ്യാം, നിങ്ങൾ നല്ലൊരു നാള് നോക്കി പറ, നമുക്ക് അവരുടെ കല്യാണം നടത്താം. അപ്പൊ ജയബാലൻ ചോദിക്കുന്നുണ്ട്, ഈ കല്യാണത്തിന്റെ കാര്യം നിങ്ങൾ നിവിനോട് സംസാരിച്ചിരുന്നു? രാജേശ്വരി അപ്പോൾ പറയാണ്, അവനോട് എന്ത് പറയാനാ ജയബാല, നമ്മൾ മുതിർന്നവരല്ലേ തീരുമാനിക്കുന്നത്, നമ്മൾ തീയതി തീരുമാനിച്ച അവൻ നിശ്ചയത്തിന് വന്നിരിക്കും. അപ്പോൾ ജയബാലൻ ഒരു സംശയത്തോടെ ചോദിക്കാണ്, ഇങ്ങനെ നടന്നാ മതിയായിരുന്നു. അത് കേട്ട് സത്യൻ ചോദിക്കാണ്, ജയബാലൻ എന്താ ഇങ്ങനെ പറയുന്നേ? രാഗിണി നിവിനുള്ളതാണ് എന്ന് നമ്മൾ പണ്ടേ പറഞ്ഞു വച്ചതല്ലേ, അത് നിവിനും അറിയൂലേ? അപ്പോഴാണ് രാഗിണി അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് സത്യനെയും രാജേശ്വരിയെയും കണ്ട് സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട്. എന്നിട്ട് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് രാഗിണി. എന്നിട്ട് പ്രവീണ രാഗിണിയോട് പറയാണ്, നിന്റെ കല്യാണക്കാര്യം സംസാരിക്കായിരുന്നു ഇവിടെ. അപ്പൊ രാഗിണി ചോദിക്കാണ്, ആരാണ് ചെക്കൻ? അത് കേട്ട് എല്ലാരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ജയബാലൻ രാഗിണിയോട് ചോദിക്കാണ്, നീ എന്താ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നേ? അപ്പൊ രാജേശ്വരിയും ചോദിക്കുന്നുണ്ട്, നീ എന്റെ വീട്ടിലെ മരുമകൾ ആകാനുള്ളതല്ലേ? അപ്പൊ രാഗിണി ഒന്നും അറിയാത്ത പോലെ ചോദിക്കാണ്, അങ്ങനെയാണോ? അപ്പൊ രാജേശ്വരി ചോദിക്കാണ്, നിനക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലേ? നിനക്ക് വേറെ ആരെയും ഇഷ്ടമുണ്ടോ? അത് കേട്ട് ജയബാലൻ പറയാണ്, ഞാൻ രാഗിണിയെ അങ്ങനെയല്ല വളർത്തിയത്, ഞാൻ പറയുന്നത് മാത്രമേ അവള് കേൾക്കത്തുള്ളൂ. എന്നിട്ട് രാഗിണി സത്യൻ അങ്കിളിനോട് പറയാണ്, എനിക്ക് ആരോടും താല്പര്യമൊന്നുമില്ല അങ്കിളെ, അങ്കിളിന്റെ മോനെ എന്നെ ഇഷ്ടമാണോ? അപ്പോ രാജേശ്വരി പറയാണ്, അവന് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ ആന്റി, ഞാൻ വന്നതിന് ശേഷം എന്നെ വന്ന് കണ്ടിട്ടില്ല, ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല. അപ്പോ രാജേശ്വരി ഒരു ടെൻഷനോടെ പറയാണ്, അത് അവൻ കുറച്ച് ജോലിയൊക്കെ ആയിട്ട് ബിസിയാണ്, ഇപ്പോ കൂടെ ഞങ്ങളുടെ ഒപ്പം വരാൻ നിന്നതാ. ആ സമയത്ത് അവൻ ഒരു അർജന്റ് ജോലിന്റെ ആവശ്യത്തിന് പുറത്തേക്ക് പോയി, അതുകൊണ്ടാ അവന് വരാൻ പറ്റാഞ്ഞേ. അത് കേട്ട് ജയബാലൻ പറയാണ്, അത് ശരിയാ, ഇപ്പൊ കുറച്ചായിട്ട് നിവിന് ഭയങ്കര ബിസിയാണ് എന്ന് നിവിനെ കളിയാക്കി പറയാണ് ജയബാലൻ. അപ്പോ രാഗിണി ചോദിക്കാണ്, എന്നോട് സംസാരിക്കണമെന്ന് അവന് തോന്നിയിട്ടേ ഇല്ലല്ലോ. അപ്പോ സത്യൻ ഒരു തമാശ പോലെ രാഗിണിയോട് പറയാണ്, ഇപ്പോ തന്നെ എല്ലാം സംസാരിച്ചു കഴിഞ്ഞ കല്യാണത്തിന് ശേഷം എന്ത് സംസാരിക്കാനാ എന്ന് ആലോചിച്ചിരിക്കുവായിരിക്കും അവൻ. എന്തായാലും നമ്മൾ ഇവരുടെ കല്യാണം നടത്താൻ പോവല്ലേ, കല്യാണം കഴിഞ്ഞ അവർക്ക് ഇഷ്ടം പോലെ സംസാരിക്കാലോ. എന്നിട്ട് ജയബാലൻ രാഗിണിയോട് പറയാണ്, 2 മാസം കഴിഞ്ഞാൽ നിന്റെ കല്യാണം നടത്താം എന്നാണ് പറഞ്ഞു വെച്ചത്, നിനക്ക് ഇതിന് താല്പര്യമില്ലേ? അപ്പൊ രാഗിണി പറയുന്നുണ്ട്, എനിക്ക് സമ്മതമാണ് അച്ഛാ, ചെറുപ്പം മുതലേ നിവിനാണ് എൻ്റെ ചെറുക്കൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് കോളേജിലും ഒരുത്തനെയും ലവ് ചെയ്യാൻ തോന്നിയിട്ടില്ല, ഞാൻ നിവിൻ ചേട്ടനെ മനസ്സിൽ കൊണ്ടാണ് നടക്കുന്നത്. അത് കേട്ട് ജയബാലൻ രാജേശ്വരിയെ നോക്കി പറയാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ മോളെ വളർത്തിയതെന്ന് കണ്ടില്ലേ, ഞാൻ പറയുന്നത് മാത്രമേ അവള് ചെയ്യാറുള്ളൂ. അപ്പോൾ രാജേശ്വരി ജയബാലനോട് പറയാണ്, നിശ്ചയം നിങ്ങൾ നടത്തിക്കോ, കല്യാണം ഞങ്ങൾ നോക്കിക്കോളാം
ഈ നാട്ടിൽ നിന്ന് അവര് പുറത്തു പോകുന്നുണ്ടേൽ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് ഒന്നിച്ചേ പോകൂ. എന്നിട്ട് സത്യനും രാജേശ്വരിയും തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി സാധനങ്ങൾ വാങ്ങാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നുണ്ട്. അവിടെ തന്നെയാണ് കാവേരിയും സാധനങ്ങൾ വാങ്ങാൻ വരുന്നതും. രാജേശ്വരി വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കാവേരിയുടെ സാധനങ്ങൾ വെച്ച ബാസ്ക്കറ്റ് മാറിയെടുത്താണ് ബില്ലടയ്ക്കാൻ പോകുന്നത്. കാവേരി തിരിഞ്ഞു നോക്കുമ്പോൾ കാവേരി എടുത്ത ബാസ്ക്കറ്റ് കാണുന്നില്ല. അതാണ് രാജേശ്വരി മാറിയെടുത്തത് എന്ന് കാവേരിക്ക് മനസ്സിലായി. എന്നിട്ട് രാജേശ്വരിയുടെ അടുത്ത് വന്ന് പറയാണ്, ഇത് എൻ്റെ ബാസ്ക്കറ്റാണ്. കാവേരിയെ കണ്ട് രാജേശ്വരി പറയാണ്, കടയിൽ എത്രയും ബാസ്ക്കറ്റ് ഉണ്ടായിട്ടും നീ എന്തിനാ വെറുതെ എൻ്റെ അടുത്ത് വന്ന് പ്രശ്നമുണ്ടാക്കുന്നേ? നിനക്ക് വേണ്ടത് പോയി എടുത്താ പോരെ, എന്തിനാ വേറൊരാളുടെ സാധനം തട്ടിയെടുക്കുന്നേ? അപ്പോൾ കാവേരി പറയാണ്, അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. എൻ്റെ ബാസ്ക്കറ്റാണ്, ഇതിലുള്ള സാധനങ്ങളൊക്കെ എൻ്റേതാണ്. അപ്പോൾ രാജേശ്വരി ആ ബാസ്ക്കറ്റ് മര്യാദയ്ക്ക് നോക്കാതെ കാവേരിയോട് വീണ്ടും ദേഷ്യപ്പെടുവാണ്. അത് കണ്ട് സത്യൻ രാജേശ്വരിയോട് ചോദിക്കാണ്, ഇത് നിന്റെ ബാസ്ക്കറ്റ് തന്നെയാണോ രാജേശ്വരി? നീ നോക്കിയോ മര്യാദയ്ക്ക്? അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ച ബാസ്ക്കറ്റ് അല്ലേ, എനിക്കറിയൂലേ? അപ്പോൾ കാവേരി പറയാണ്, ഇത് എൻ്റെ ബാസ്ക്കറ്റാണ്, ഞാൻ അവിടെ വെച്ചതായിരുന്നു, അതാണ് നിങ്ങൾ മാറിയെടുത്തത്. അത് കേട്ട് രാജേശ്വരി പറയാണ്, എന്നെ കണ്ട മറ്റുള്ളവരുടെ സാധനങ്ങൾ കട്ടെടുക്കുന്ന പോലെ ഉണ്ടോ? അപ്പോൾ കാവേരി പറയാണ്, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞതല്ല, ഇത് എൻ്റെ ബാസ്ക്കറ്റ് തന്നെയാണ്. അപ്പോൾ രാജേശ്വരി വീണ്ടും കാവേരിയോട് ചൂടാവുകയാണ്, നീ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലേ? അപ്പോൾ സത്യനും പറയാണ്, ആ കുട്ടി പറയുന്നതല്ലേ, നീ കൊടുത്തേക്ക് അത്. സത്യന് കാവേരി ആരാണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. രാജേശ്വരി അപ്പോൾ പറയാണ്, ഞാൻ എന്തിനു കൊടുക്കണം, ഇത് എൻ്റെ ബാസ്ക്കറ്റാണ്. നിങ്ങൾക്ക് ഇവളെ പറ്റി അറിയാത്തത് കൊണ്ടാ അവൾ മനഃപൂർവ്വം ഓരോ പ്രശ്നമുണ്ടാക്കാൻ വരുന്നതാ. അപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് രാജേശ്വരിയുടെ ബാസ്ക്കറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങളത് അവിടെ മറന്നു വെച്ചതായിരുന്നു, നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് പറഞ്ഞ് ആ ബാസ്ക്കറ്റ് കൊടുക്കാണ്. അത് കണ്ടപ്പോഴാണ് രാജേശ്വരി ബാസ്ക്കറ്റ് മാറിയതാണെന്ന് മനസ്സിലാകുന്നത്. രാജേശ്വരി ആകെ നാണക്കേടായ അവസ്ഥയിൽ കാവേരിയുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ സാധനങ്ങളും വാങ്ങി പോവുകയാണ് രാജേശ്വരി. അപ്പോൾ സത്യം വന്ന് കാവേരിയോട് സോറി പറയാണ്, അവൾ ചെയ്തത് കാര്യമാക്കി എടുക്കണ്ട, അവൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, മോള് ക്ഷമിക്കിട്ടാന്ന് പറഞ്ഞിട്ടാണ് സത്യം പോകുന്നത്. എന്നിട്ട് രാജേശ്വരിയും സത്യനും കാറിൽ പോകുമ്പോൾ സത്യം പറയാണ്, നീ ആ കുട്ടിയോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. അപ്പോൾ രാജേശ്വരി പറയാണ്, അതാരാണെന്ന് അറിഞ്ഞ നിങ്ങളും അതുപോലെയേ സംസാരിക്കൂ. അപ്പോൾ സത്യൻ അതാരാണെന്ന് ചോദിക്കാണ്. അപ്പോൾ രാജേശ്വരി പറയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതാണ് ജയപാലന്റെ ഒരു കൂട്ടുകാരനില്ലായിരുന്നോ, അവരുടെ മോളാണത്. അപ്പോൾ സത്യൻ ചോദിക്കുകയാണ്, അരവിന്ദന്റെ മോളാണോ അത്? അപ്പോൾ രാജേശ്വരി പറയാണ്, അതെ, അരവിന്ദന്റെ രണ്ടാമത്തെ മോളാണത്. അവൾ കാരണമാണ് ഇന്ന് നിവിൻ നമ്മുടെ ഒപ്പം ജയപാലിന്റെ വീട്ടിലേക്ക് വരാത്തതും, അവൾക്ക് വേണ്ടിയാണ് ജയപാലിനെതിരെ വഴക്കുണ്ടാക്കിയതും. ഇവളുടെ പിന്നാലെയാണ് നിവിൻ കറങ്ങി നടക്കുന്നത്. ആര് പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല. രാഗിണിയെ നിവിൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ പയ്യനെ കിട്ടൂല. അവൻ നമ്മൾ പറയുന്ന കേൾക്കുന്നുമില്ല. അപ്പോൾ സത്യം പറയാണ്, അങ്ങനെയൊന്നുമില്ല രാജേശ്വരി, ഞാൻ പറഞ്ഞ എൻ്റെ മോൻ കേൾക്കും. രാജേശ്വരി അപ്പോൾ പറയാണ്, ആ ഇപ്പോൾ കേൾക്കും, അവൻ ആര് പറയുന്നതും ഇപ്പോൾ കേൾക്കാറില്ല. ഈ കാവേരിയുടെ അനിയത്തിക്ക് വേണ്ടി വിശാലിനെ വരെ ഒരുപാട് തല്ലിയിട്ടുണ്ട്. ജയപാലിനോട് സംസാരിക്കാറ് പോലുമില്ല. ഇപ്പോൾ ജയപാലിനെതിരെ പോലീസ് സ്റ്റേഷൻ വരെ പോയി. ഇത്രയൊക്കെ നടന്നിട്ടും ജയപാലൻ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ആ കാവേരി കാരണം ഞാൻ മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ സത്യം പറയാണ്, അത് വിട് രാജേശ്വരി, ഞാൻ വന്നില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം എല്ലാം, നിവിനോട് ഞാൻ സംസാരിക്കാം. അപ്പോൾ രാജേശ്വരി പറയാണ്, ആ കാവേരിക്ക് പിന്നാലെ നടക്കുന്നത് നിവിൻ നിർത്തണം, എന്നിട്ട് രാഗിണിയെ കല്യാണം കഴിക്കണം, അത്രയേ എനിക്ക് വേണ്ടത്. അത് നടന്നില്ലെങ്കിൽ ജയപാലന്റെ മുഖത്ത് പോലും നമുക്ക് നോക്കാൻ പറ്റൂല. അപ്പോൾ സത്യം പറയാണ്, രാഗിണി എൻ്റെ അളിയൻ്റെ മോളല്ലേ, അവളെ ഞാൻ കഷ്ടപ്പെടാൻ സമ്മതിക്കൂല, കല്യാണം എന്തായാലും നടക്കും, നീ ടെൻഷൻ അടിക്കേണ്ട രാജേശ്വരി
എല്ലാം ഞാൻ നോക്കിക്കോളാം. നിവിൻ കാവേരിക്ക് കൊടുക്കാൻ യമുനയുടെ കയ്യിൽ ഒരു സാരി കൊടുക്കുവാണ്. പക്ഷെ യമുന തനിക്ക് നിവിൻ കൊണ്ടു തന്നതാണ്. നിവിന് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് സ്വന്തം അമ്മാവനെ വരെ എതിർത്ത് എന്നെ രക്ഷിക്കാൻ വന്നതും എൻ്റെ വീട്ടുകാർക്കൊപ്പം നിൽക്കുന്നതും. ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു സാരിയും കൊണ്ടു തന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കാണ് യമുന. നിവിൻ വിചാരിക്കുന്നത് എനിക്ക് കാവേരിയെ ഇഷ്ടമാണെന്ന കാര്യം യമുനയ്ക്കും അറിയാം എന്നാണ് നിവിൻ കരുതുന്നത്. യമുന എന്നിട്ട് ആ സാരിയും വാങ്ങി നിവിൻ അവളെ രക്ഷിക്കാൻ വന്നതോർത്തും നിവിൻ ചേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊക്കെ കരുതിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ വന്ന് നിവിൻ ചേട്ടൻ വാങ്ങിയ സാരി ഉടുത്ത് കണ്ണാടിയിലൊക്കെ നോക്കുകയാണ് യമുന. അവളുടെ മുഖത്ത് നിവിനോടുള്ള സ്നേഹമാണ്. ഇത് കണ്ടോണ്ടാണ് കാവേരി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് യമുനയോട് ചോദിക്കാണ്, നല്ല സാരിയാണല്ലോ ഇത്, നിനക്ക് ആരാ തന്നത് എന്നൊക്കെ ചോദിക്കാണ്. അപ്പോൾ യമുന ഒരു നാണത്തോടെ പറയാണ്, അത് നിവിൻ ചേട്ടൻ എനിക്ക് വാങ്ങി തന്നതാ ചേച്ചി. അത് കേൾക്കുമ്പോൾ കാവേരിക്ക് ചെറിയൊരു സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് യമുനയോട് പറയാണ്, ഇത് നല്ല സാരിയൊക്കെ തന്നെയാ, പക്ഷേ ഇത് നീ അവന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഗംഗ ചോദിക്കുന്നുണ്ട്, അത് എന്തിനാണ് തിരിച്ചു കൊടുക്കുന്നേ? അപ്പോൾ കാവേരി പറയാണ്, നമ്മൾ എന്തിനാണ് ഗംഗ ചേച്ചി ആവശ്യമില്ലാത്ത ഗിഫ്റ്റൊക്കെ വാങ്ങുന്നത്? അത് കേട്ടപ്പോൾ യമുനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. എന്നിട്ട് കാവേരിയുടെ കയ്യിൽ നിന്നും ആ സാരി പിടിച്ചു വാങ്ങാണ് യമുന. ആ സാരി പിടിച്ചു വാങ്ങിയപ്പോൾ കാവേരിക്ക് സങ്കടമാവുകയാണ്. എന്നിട്ട് യമുനയോട് പറയാണ്, നീ ഇത് പിടിച്ചു വാങ്ങൊന്നും വേണ്ട മോളെ, നിനക്ക് ഇഷ്ടമുള്ളത് വിട്ടു തരേ ഉള്ളൂ ഈ ചേച്ചി. നീ സേഫായി ഇരിക്കണം, നിനക്ക് ഇനി ഒരു പ്രശ്നവും ഉണ്ടാകരുത് എന്ന് കരുതിയ ഈ ചേച്ചി ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് സങ്കടത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കാവേരി. യമുന അപ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ സാരിയും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.